എന്റെ പാറോ, നിന്നോട് എത്ര നേരം ഞാൻ വിളിക്കുന്നേ? നടന്ന് റോഡുമിൽ എത്തണം ബസ് കയറണമെങ്കില്. എനിക്കൊന്ന് സ്വന്തം പുറപ്പെട്ടൂടെ? അമ്മയ്ക്ക് വാവേനെ നോക്കാനുള്ളതല്ലേ. ഹോംവർക്കൊക്കെ ചെയ്തിക്കോ? പിന്നെ അമ്മ കാണിച്ചരാ വഴി. നമ്മള് പുതിയ വീട്ടിലല്ലേ, അപ്പൊ സ്കൂള് വിട്ട് വരുമ്പോ അതിലോട്ട് തന്നെ വന്നാ മതി കേട്ടോ. ബാഗിടെ, അമ്മ വാവേനെ എടുത്തിട്ട് വരാം. വാ, കറക്റ്റ് സമയത്ത് ഇറങ്ങണ്ടേ, ബസ് നമുക്ക് വേണ്ടി കാത്തിക്കൂല. നമ്മള് സമയത്തിന് എത്തണ്ടേ? വാ നടക്കും. കുഞ്ഞി ചേരിപ്പിടാ കേട്ടോ. ഇതെന്തെന്നായ വാഴയൊക്കെ തിരളടച്ച് ഇങ്ങനെ മഴ പെയ്തത്. എൻ്റെ അമ്മ എത്ര ദിവസമായി പറമ്പിലേക്കൊന്നും വരാത്തത്. അടക്കയല്ലേ വീണെടുക്കുന്ന. ഇതൊക്കെ മഴ പെയ്ത് മണ്ണിന്റെ ഉള്ളിലങ്ങായി പോവുകയല്ലേ. എന്റെ അമ്മ ഇതൊക്കെ അടക്കിയ എന്തേലും ബക്കറ്റ് എങ്ങാനും എടുത്താ മതിയേ. വേഗം നടന്ന പാറു, ബസ് ഇപ്പൊ വരും. ഇതിലെ കേറിക്കോ. നിങ്ങളേതാ മക്കളെ? ഞങ്ങള് ഈ വീട്ടില് പുതിയതായിട്ട് വന്നേ. ഇവിടെയോ? ആടെ എങ്ങളാ കൂടിയത്? ഇവിടെ പോയി സ്കൂളിൽ പോവാണേ. ബസ് ഇപ്പം വരും. ആക്കിട്ട് വരേച്ചേ. നീ നടക്ക് പാറുവോ. അതാ മോളെ, ബസ് വന്നിക്കാ. ഓടിക്കോ മോളെ. ഇതിലൂടെ തന്നെ വന്നാ മതി. വൈകുന്നേരം വഴി അറിയാലോ. ഈ വഴി കൂടി തന്നെ വരാം. ഈലോടിയാന്നില്ലേ പോക്ക്? അത് ഞാൻ ശരിയാക്കി തരാം. ഇതിപ്പോ ഒരു പൊതുവഴി ആകുകയല്ലെന്നാ പിന്നെ. അത് മാത്രല്ലേ, അടക്കയും തേങ്ങയൊക്കെ വീഴുന്നല്ലേ പറമ്പില്. ഇപ്പൊ അടച്ചിക്കില്ലേ പിന്നെ അടയ്ക്കാനാകുകയല്ലോ വഴി. തർക്കേടില്ല, അത് ഞാൻ ശരിയാക്കി തരാം. വൈകുന്നേരയിലോട്ട് പോകുന്ന എനിക്കൊന്ന് കാണണം. എന്താ ചെയ്യാ? മഴ പെയ്യുമ്പോ അമ്മ എടുക്കട്ടെ. മഴ ചേച്ചി പോട്ടെ. എന്നാല് മഴ പെയ്യുന്നുണ്ട്. ഇതിലൂടെയാന്നില്ലേ പോക്ക്? വഴി ഞാൻ അടച്ചെടുക്ക. ഇതങ്ങനെ വിട്ടാലേ പിന്നെ ഇതൊരു പൊതുവഴി അങ്ങാവും. ഇത് എത്ര പറഞ്ഞാലും കേൾക്കുകയല്ല. അതിനെ കാണും പറമ്പില്ല 4 അതിരും കണ്ടിയാക്കി ഇട്ടിക്ക്. എന്തൊരിതായത്. സ്കൂളിൽ പോകാൻ വഴിയൊക്കെ ഉള്ളത് വാങ്ങണം. ഒരേ പറമ്പൊക്കെ വാങ്ങുമ്പോ ആരാന്റെ പറമ്പ് കൂടി അല്ല പോണ്ട്. പറഞ്ഞിട്ടൊരലമ്പ് വേണ്ട. അങ്ങനെ ചെയ്താൽ പോരെ. അതാ നല്ലത്. ശരിയാകല. ഇനിയിലോടി പോവുക. മക്കളെയൊക്കെ സ്കൂളിൽ പറഞ്ഞേക്കണമെങ്കിലേ അതിനുള്ള വഴിയും സൗകര്യമൊക്കെ ഉള്ളത് നോക്കി വാങ്ങണം. എൻ്റെ പറമ്പ് കൂടി നല്ല വഴി പോണ്ട്. പറമ്പും പോരെ വാങ്ങിക്ക്. വഴിയുള്ള നോക്കി വാങ്ങണ്ടേ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കുക. അയ്യോ, ഇതടച്ച്. അമ്മേ ഇതടച്ചു. എനിക്ക് ഇറങ്ങാനാന്നില്ല. അമ്മേ. എന്താ മോളെ വരാ? അമ്മേ ഇതടച്ചു. എന്റെ മോളെ അതിലൂടെ ഇറങ്ങി പോരി. ഇത് ഇറങ്ങാനാന്നില്ല. ഞാൻ വരാം. എന്തേനോ? അയ്യോ, വഴി അടിച്ചോ? അതാരാന്നോ?
ഇതിൽ കൂടെ എനിക്ക് ഇറങ്ങാനാവുന്നില്ല. ഒരു കാര്യം ചെയ്യാം മോളെ, ഞാൻ അതിലൂടെ പോയിട്ടേ ആ ആ വഴിക്ക് അങ്ങനെ വന്നിട്ട് ദാ ഈ വഴിയില്ലേ താഴത്തെ പറമ്പിൽ കൂടെ ഉള്ളേ അതിലോടി വാ. അമ്മ ആടെ നിക്കേ, അതിലോടി വാ. അമ്മ ഇവിടെ ഫുള്ള് മുള്ള, അവിടെ വഴിയൊന്നും അങ്ങനെ ഇല്ല. ആ സാരല്ല മോളെ, അമ്മ പിടിക്കാം. വാ നല്ല ചാടിക്കോ മോളെ. ഇതിലെ വന്നാ മതി, നാളെ തൊട്ട് വിളിച്ചാ മതി, അമ്മ വരും കേട്ടോ. ആയിക്കോട്ടെ അമ്മേ. അമ്മേ നമ്മൾ ഏത് വഴിക്കാ പോകുന്നേ? ഇന്ന് നമുക്ക് അപ്പുറത്തെ സരസ്വതി ചേച്ചിന്റെ പറമ്പ് കൂടി പോവാം. ശോഭേച്ചിക്ക് ഇവളോലെ അതിലൂടെ പോകുന്നത് അത്ര ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. അതിലൂടെ ഇനി വരണ്ട കേട്ടോ ശോഭേച്ചിന്റെ പറമ്പ് കൂടി. വാ വാവ ഉറങ്ങാ, വേഗം പോയിട്ട് വരാം. ആ മോളെ എന്താ നടക്കാത്ത? ഇതെത്ര ദൂരാ? സാരല്ല മോളെ, ശോഭേച്ചിന്റെ പറമ്പ് കൂടി പോകുന്നവർക്ക് ഇഷ്ടമല്ല. ഇച്ചിരി ദൂരം കൂടിയാൽ എന്താ, നമുക്ക് റോഡിലേക്ക് എത്തണ്ടേ. അമ്മ ഞാൻ ഒന്നത് ക്ഷീണിച്ചു. സാരല്ല മോളെ, വൈകുന്നേരം ഇതിലൂടെ വന്നാ മതിയാ. അങ്ങോട്ട് നിന്നോ റോഡിലേക്ക്. പറമ്പ് കൂടെ വയ്യോ? ഇതെന്താ ഇത്? ഒരു നാളും ഇല്ലാത്തൊരു പുതുമയാന്നല്ലത്. ഇത് ശരിയാവൂല, പറമ്പ് കൂടെ വഴി ശരിയാവൂല. അത് ഞാൻ ശരിയാക്കി തരാം. എങ്ങനെ വിട്ടാ ശരിയാകുകയല്ല, പറമ്പ് അർത്ഥം വഴിയായി പോവുകയല്ലേ. മുമ്പുള്ള വഴിയൊക്കെ ഞാൻ നിർത്തിയതാ, ഇനിയിപ്പൊ രണ്ടാമത്തേനൊന്ന് തുടങ്ങുക. കണക്കായി പോയില്ലേ, ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ ഭഗവാനെ, എന്താ ചെയ്യ? മനുഷ്യനൊരിത് കുത്തിരിക്കാനും സമ്മതിക്കല, കിടക്കാനും സമ്മതിക്കല, ആപതുമില്ല. ഇതൊക്കെ വലിച്ചു വെപ്പിക്കുന്നല്ലേ എന്നെ കൊണ്ട്. എന്തൊരു കഥയാ ഇത്, ആരോട് പറയാനാ? ഒരു പണിക്കാരനെ കിട്ടീന് എവിടെയൊക്കെ കയ്യാല കെട്ടി അങ്ങ് കുടുക്കി കളയാനും. അടക്കട്ടെ, അടുത്ത ആഴ്ച ആട്ടെ. മക്കളോട് ഇത്തിരി പൈസ അയച്ചു തരാൻ പറയണം, പറമ്പൊക്കെ കെട്ടി കൊടുക്കണം എന്നിട്ട്. അല്ലാണ്ട് വയ്യായി പോവുകയല്ലേ, പറമ്പ് നിറച്ചു ശരിയാകുകയല്ല. നിനക്കട്ടെ, ഇനി ഇതിലോട്ട് പോരുത്. അതിലോട്ടാന്ന് വെച്ചാ പോയിക്കോട്ടെ, എന്റെ പറമ്പിൽ കൂടെ പോകാനാകുകയല്ല. അങ്ങനോട്ടെ. ഇവിടെ മുഴുവൻ കാടാണല്ലോ, പേടിയാണ്. അയ്യോ, ഈ വഴി അടച്ചല്ലോ. ഇനി ഞാൻ ഏത് വഴി കൂടെ പോവും? അമ്മേ, അമ്മ എന്താ വരാത്ത? എനിക്ക് പേടിയാണ്. മോളെ വന്നിട്ടോ മോളെ. മോളെ ഈ വഴി അടച്ച്. വഴി അടച്ചോ? ഒരു കാര്യം ചെയ്യുവാ, അമ്മ എടുക്കാം. അമ്മ ഈ വഴി അടിച്ചത്, ഞാൻ എങ്ങനെ സ്കൂളിൽ പോവും? മോളെ എനിക്ക് അറിയാലോ, നമ്മൾ ഇന്ന് അടുക്ക കുടുങ്ങി പോയി തോന്നുന്നു. ഇപ്പോൾ എങ്ങനെ റോഡിലേക്ക് എത്തും? സാരല്ല, വാ. അയ്യോ അമ്മേ, അയ്യോ ഇന്നത് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോടെ. മോനെ, മോനെ ഇന്നെ എവിടെയും കൊണ്ടുപോടോനെ. അത് ഇന്നിപ്പോ ഹർത്താലല്ലേ അമ്മേ, വണ്ടിയൊന്നും കിട്ടില്ല. എന്നപ്പ ചെയ്യാ? അയ്യോ, നമുക്കേ ആ പാറുവിന്റെ അടുത്തൊന്ന് ചോദിച്ചാലോ? അവളുടെ അടുത്ത് വണ്ടിയില്ലേ? എന്താ ചെയ്യാ? പാറുവിനോട് ചോദിക്കണ്ട. ഇന്ന് വേറെ വണ്ടി കിട്ടില്ല, എന്താ ചെയ്യാ? അയ്യോ നോക്ക് മോനെ, നമുക്ക് പാറുവിന്റെ അടുത്ത് ചോദിക്കാം. അവളുടെ അടുത്ത് വണ്ടി ഉണ്ടല്ലോ, അവര് വരും വിളിച്ചാല്. അവള് വരില്ല, എനിക്കറിയാം. എന്താ വരാത്തെ? അയ്യോ വണ്ടി. പാറുവിനെ വിളിക്കാം, പാറു വരും. നമ്മുടെ അയൽവക്കംകാരല്ലേ, എന്തായാലും വരും. അയ്യോ സ്കൂളിൽ പോകുന്ന കാലത്ത് ഞാൻ കൊറേ ദ്രോഹമൊക്കെ ചെയ്തിരിക്കോനെ. അതൊന്നും ഓലിപ്പോ ഓർത്തിരിക്കുന്നല്ല. നമുക്കിപ്പോ ഒരു അത്യാവശ്യം വന്നപ്പോ ഓലോട് ചോദിക്കാൻ പറ്റുള്ളൂ. ഓളൊക്കെ പഠിച്ച്
ഇത്ര വലിയ നിലയിലെത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല മോനെ. അതൊന്നും സാരില്ല അമ്മ, അവരൊന്നും ഇപ്പൊ അത് ഓർത്തിരിക്കുകയല്ല. നമുക്ക് പോയി ചോദിക്കാം. തെറ്റുപറ്റി അത് സാരില്ല, ഞാൻ എന്തായാലും പോയി ചോദിക്കാൻ പോവാ. വേറെ നിവൃത്തിയില്ല. ഇപ്പൊ അമ്മ എന്തായാലും ഇത്രയും സുഖമില്ലാതിരിക്കുകയല്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോണം. ഞാൻ പോയി ചോദിച്ചിട്ട് വരാം കേട്ടോ. വണ്ടി ചോദിച്ചിട്ട് വരേ. തെറ്റുപറ്റിപ്പോയി. ഞാനങ്ങനെ ചെയ്യരുതായിരുന്നു. പാറു, പാറു. ആ അല്ല, അമ്മയ്ക്ക് സുഖമില്ലായിരുന്നേ. അയ്യോ ശോഭേച്ചിക്ക് എന്ത് പറ്റി? പനി കൂടിപ്പോയി. ആണോ? ആ അല്ല, ഇപ്പൊ എന്തെങ്കിലും തിരക്കിലാണോ? ഇല്ല ഇല്ല തിരക്കൊന്നുമില്ല, ഞാൻ വണ്ടി എടുത്ത് വരാം. വണ്ടി കൊണ്ട് വരാമോ? ആ വരാം. അവിടെ വെയിറ്റ് ചെയ്തോ വീട്ടില്. വെയിറ്റ് ചെയ്യട്ടെ. ആ ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ആ ആയിക്കോട്ടെ അമ്മ, ഞാൻ പോയിട്ട് വരേ. ശോഭേച്ചിനൊന്ന് ഹോസ്പിറ്റലിലാക്കട്ടെ.